എല്ലാവർക്കും അഭിയോണരെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സ്കോട്ട്ലാൻഡിലെ എഡിൻബറയിലാണ് ഉള്ളത്. വന്നിട്ട് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ ഒരു പ്ലസൻറ്റ് മോർണിംഗ് വീഡിയോ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 3 ദിവസം കൊണ്ടൊന്നും നമുക്ക് ഇവിടെ കണ്ടു തീർക്കാൻ പറ്റില്ല. അപ്പോൾ എസ്പെഷ്യലി വിൻ്റർ ടൈമിൽ, കാരണം ഡേ ഭയങ്കര ഷോർട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റാവുന്ന കാഴ്ചകളൊക്കെ കാണാം, ബാക്കിയുള്ളതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോൾ കാണാം. അപ്പോൾ ഇന്നും നമ്മൾ പോകുന്നത് ഹൈ സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് നടക്കാനുള്ള വഴിയുള്ളൂ. അപ്പോൾ ഹൈ സ്ട്രീറ്റിൽ കുറച്ച് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഒട്ടും സമയം കളയാണ്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ നമുക്കൊരു സിറ്റിയിൽ പോയിട്ട് അവിടുത്തെ പോകേണ്ട സ്ഥലങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഗൂഗിൾ ചെയ്യാം. 2 ഇപ്പോൾ മെയിൻ സിറ്റീസൊക്കെയാണ്, ഇപ്പോൾ എഡിൻബ്ര പോലത്തെ സ്ഥലമൊക്കെയാണ്. അങ്ങനെ ഈ ഇതേപോലത്തെ ഹോപ്പ് ഓഫ് ബസ്സുള്ള സ്ഥലമാണെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പോവുക, എന്നിട്ട് റൂട്ട്സ് നോക്കുക, ഇതേതിലൊക്കെയാണ് പോകണമെന്നുള്ളത്. അപ്പം ഇതിൽ കണ്ടില്ലേ, ഫസ്റ്റ് തന്നെ നമുക്ക് എഴുതി കാണിക്കും വാട്ടർലൂ പാലസ്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ എങ്ങനെയാണ്, ഫുള്ള് നമുക്ക് ആ സിറ്റിയിൽ എങ്ങനെയാണ് എന്നുള്ളതും കംപ്ലീറ്റ് കാണാൻ പറ്റും. നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഒക്കെ നമുക്കിങ്ങനെ നടന്നു പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ മിക്കവാറും. ഇങ്ങനെയാണ് ഇപ്പോൾ ഞാനിങ്ങനെ സ്ഥലങ്ങളൊക്കെ നോക്കി, എന്നിട്ട് ഗൂഗിൾ മാപ്സിലിട്ട് എത്ര ദൂരം ഉണ്ടെന്ന് നോക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ ഈ ട്രിപ്പ് പോയത്. ക്രിസ്മസ് മാർക്കറ്റും ഫെറിസ് വീലൊക്കെ ഇവിടെ കാണാം. ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി, അത് കൊണ്ട് തന്നെ നല്ല തിരക്ക് സ്ട്രീറ്റിലൊക്കെ, വീക്ക് ഡേയ്സ് ആയിട്ട് പോലും. എനിക്ക് തോന്നുന്നു ഓഫീസിലും ഒക്കെ പോകുന്ന ആൾക്കാരായിരിക്കും, ചിലപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കും. നല്ല വെയിലുണ്ട്. ഇവിടുത്തെ വെയിലിന് ചൂടില്ല, പക്ഷേ ഭയങ്കരമായിട്ട് കണ്ണിലേക്ക് അടിച്ച് കയറുന്നു. അതാണ് ഒരു ബുദ്ധിമുട്ടാണ്. സൺഗ്ലാസ് എടുത്തിട്ടില്ല. പിന്നെ ഇവിടെ വന്നിട്ട് ഒരുപാട് ഇതേപോലെ ഹോംലെസ് ആൾക്കാരെ കണ്ടിരുന്നു. നായായിട്ടും പിന്നെ ഒറ്റയ്ക്കായിട്ടും ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഒക്കെ കള്ളു പിടിച്ച് നടക്കണം കാണാം. കണ്ടില്ലേ, ഇതാണ് അവരവിടെ എടുക്കുന്ന സ്ഥലം. ഇവിടുത്തെ ടാക്സി സർവീസാണ് കംപ്ലീറ്റ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ. പല വലുപ്പത്തിലുള്ളതൊക്കെ ഉണ്ട്. മിക്കവാറും ഇത് ഇലക്ട്രിക്കുമാണ്. ഞങ്ങളിത് വിളിക്കാൻ നിന്നില്ല, എനിക്ക് റേറ്റും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് ഊബർ വിളിച്ചിട്ടാണ് ഹോട്ടലിലേക്ക് പോയത്. ഒറ്റ പ്രാവശ്യം ഊബർ വിളിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തേക്കും ഇവിടെ നടന്ന് പോകാനുള്ള വഴികളുള്ളൂ. ഈ ഹൈ സ്ട്രീറ്റിലേക്ക് നടക്കുന്നതിൻ്റെ അല്ലേ ഫുള്ള് കണ്ടില്ലേ, സൈഡിൽ ഫുള്ള് കഫേസും ബാറുകളും കാര്യങ്ങളൊക്കെയാണ്. ആൾക്കാർ കാലിൽ തന്നെ അടി തുടങ്ങി, തണുപ്പാനും കൂടെ ആയിരിക്കും. ക്ലാസിക് പബ് ഫുഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഫുള്ള് ഇതേപോലെ കുന്നും ഇതൊക്കെ ആയിരുന്നു, കയറ്റം കാരണം കിതയ്ക്കുന്നുണ്ട്. നമ്മൾ ആ സ്ട്രീറ്റിൽ കൂടി ഉണ്ട് കയറി വന്നത്. നല്ലോണം കയറാനുണ്ട്. ഈ 2 സൈഡിലും ഫുള്ള് കഫേസും കാര്യങ്ങളും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ യൂറോപ്യൻസിലെ വീഡിയോ ഒക്കെ കാണുന്ന പോലെ തന്നെ അതേപോലെ തന്നെ അടിപൊളി ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാലത്ത് തന്നെ മസൽസും ഫിഷും കാര്യങ്ങളൊക്കെയാണ് അവർ സെർവ് ചെയ്യണത് തന്നെ. ഏകദേശം നമ്മളെ തറയുണ്ട്. എനിക്ക് ഈ സ്ട്രീറ്റ് ഇഷ്ടപ്പെട്ടു. ഇവിടെ മൂടി കെട്ടിങ്ങനെ നിൽക്കുന്ന ആരും കൊണ്ട് ഇപ്പോഴും ആ ക്രിസ്മസ് ലൈറ്റ്സൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. ഇതേപോലത്തെ ആർട്ടിസ്റ്റുകളെ നമുക്ക് എവിടെ ചെന്നാലും കാണാം കേട്ടോ. മെയിൻ സ്ട്രീറ്റിലെല്ലായിടത്തും അവരിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഹൈ സ്ട്രീറ്റിലെത്തി. ഇപ്പോൾ ഹൈ സ്ട്രീറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫേമസ് ആയിട്ട് ജോൺ നോക്സ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അങ്ങനെ നമ്മൾ താമസിച്ച സ്ഥലത്ത് നിന്ന് 1.3 കിലോമീറ്റർ ആയിരുന്നു ഈ സ്ഥലത്തേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നേരെ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് ജോൺ നോക്സ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട്, ജോൺ നോക്സ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് അവർ പറയണത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1490 ഇതിൻ്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുന്നത്. ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു ടൂർ ബസ് എടുത്തായിരുന്നല്ലോ. അപ്പോൾ അതിൽ പറഞ്ഞാണ്. അപ്പോൾ അതിൽ ഈ സ്കോട്ട്ലാൻഡിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ബിൽഡിംഗ് ആണ് ഇതെന്ന് പറയുന്നുണ്ട്. ഇതാണ് ജോൺ നോക്സ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ളൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ. ഇവിടെ എന്താണ് നമുക്ക് നോക്കിയിട്ട് വരാം. ഇത്രയും പഴക്കമുള്ള ബിൽഡിംഗ് അല്ലേ, എന്തായാലും ഉള്ളിൽ കയറി നോക്കാം. 7 പൗണ്ടാണ് കേട്ടോ ഉള്ളിലേക്ക് കയറാനായിട്ട്. നമുക്ക് നോക്കാം പോയിട്ട്. ഇപ്പോൾ കയറുമ്പോൾ തന്നെ കുറേ ബുക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനും ടിക്കറ്റ് ഉണ്ട്. 7 പൗണ്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ടിക്കറ്റ്. അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല. സ്കോട്ടിഷ് സ്റ്റോറി ടെല്ലിംഗ് എന്നാണ് അവർ പറയുന്നത്.
അപ്പോൾ എന്തായാലും അതിനുള്ളിൽ കയറുന്നില്ല, എനിക്കറിഞ്ഞിടാം. ചിലപ്പോൾ മ്യൂസിയം പോലത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതുകൊണ്ട് തന്നെ കയറുന്നില്ല. ഇനി യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി പറയാം. അപ്പോൾ ഇതിന് ഈ പേര് വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1490 ഉണ്ടാക്കിയാണെങ്കിലും 1500-കളിൽ ജോൺ നോക്സ് എന്ന് പറഞ്ഞ ഒരു പ്രൊട്ടസ്റ്റൻറ്റ് റീഫോമർ ഇവിടെ കുറച്ച് നാൾ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അദ്ദേഹം ഇവിടെ വെച്ചിട്ടാണ് മരണപ്പെട്ടതെന്നും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഹൗസിന് ജോൺ നോക്സ് ഹൗസ് എന്ന് പേര് വരാൻ കാരണം. ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റെപ്പ്. ഏകദേശം 500 ഇയേഴ്സ് മുമ്പുള്ള സ്കോട്ട്ലാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ സീലിംഗ് ഒക്കെ ഒരു പ്രത്യേക ടൈപ്പ് പെയിൻറ്റഡ് സീലിംഗ് ഒക്കെയാണെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജോൺ നോക്സ് ഹൗസിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി കണ്ടില്ലേ, ഇതിൻ്റെ ചുറ്റും ഷോപ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ അടുത്ത ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പറയുന്നത് സെൻറ്റ് ഗിൽസ് കത്തീഡ്രൽ എന്ന് പറഞ്ഞിട്ട് 1124 ഉണ്ടാക്കിയൊരു ചർച്ചുണ്ട്. അപ്പോൾ ഈ സൈഡിലേക്ക് നടക്കേണ്ടത് ഇവിടുന്ന് 0.2 മൈൽസാണ് ഗൂഗിൾ മാപ്സിൽ കാണിക്കുന്നത്, 5 മിനിറ്റ് വാക്ക്. അപ്പോൾ നമുക്ക് അതും കൂടെ കണ്ടിട്ട് ഇവിടുന്ന് പോവാം. ഇത് ഹൈ സ്ട്രീറ്റിലുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻസാണ് ഈ കാണിക്കുന്നത്. പിന്നെ കണ്ടില്ലേ, ഇവിടെ മിക്കവാറും എല്ലാ സ്ഥലത്തും ഫേമസ് ആയിട്ട് വിൽക്കണത് കണ്ടില്ലേ, കാശ്മീർ ഹൗസ് എന്ന് പറഞ്ഞിട്ട്. മെയ്ഡ് ഇൻ സ്കോട്ട്ലാൻഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷേ കാശ്മീർ അതിൻ്റെ സ്പെല്ലിങ് വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ആ ചർച്ചിനടുത്ത് എത്തിയിട്ടുണ്ട്. നോക്കിയേ, ഒരു കിഡിലൻ സ്ട്രക്ചർ. ഇവിടുത്തെ ആർക്കിടെക്ചർ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ ഫുള്ള് ടൂറും കാര്യങ്ങളൊക്കെ, വാക്കിംഗ് ടൂറും എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കോഫി ആൻഡ് വിസ്കി. എനിക്ക് തോന്നുന്നു ഇതാണെന്നുകൊണ്ട് ഇല്ല, അത് സുപ്രീം കോർട്ട് ഉണ്ടാക്കാണത്. നേരെ കാണുന്നത് ഇവിടുത്തെ സുപ്രീം കോർട്ടാണ്. അതേ മുകളിൽ സ്കോട്ടിഷ് പതാകമൊക്കെ ഉണ്ട്. എനിക്ക് അറിഞ്ഞൂടെ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊക്കെ. ഞാനിപ്പോൾ ഇവിടെ ഗൂഗിൾ ചെയ്ത് പറയാൻ സാധിച്ചത് ഇതൊരു പാർലമെൻറ്റ് സ്ക്വയർ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. കണ്ടില്ല, നേരെ കാണുന്ന സുപ്രീം കോർട്ടാണ്. സുപ്രീം കോർട്ട്. ഞാനിവിടെ നോക്കി വീഡിയോ എടുക്കാൻ പറ്റുമോ, എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഒന്നും എഴുതി വെച്ചിട്ടില്ല, ഫോട്ടോഗ്രാഫി ഒന്നും അല്ല അവിടെ അല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കണ്ടില്ലേ, ഇത് കിടിലൻ ഒരു സ്ട്രക്ചറായിട്ടുണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പാർലമെൻറ്റ് സ്ക്വയർ, അതായത് ഈ ഹൈ സ്ട്രീറ്റിൽ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇതൊരു പാർലമെൻറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇതിന് തൊട്ടടുത്താണ് സെൻറ്റ് ഗിൽസ് ചർച്ച് പറയപ്പെടുന്നത്. ഓക്കെ, ഈ നടക്കുന്ന ഇവിടുത്തെ ഒരു വാക്കിംഗ് ടൂറാണ്. എല്ലാവരും ഹെഡ്സെറ്റൊക്കെ വെച്ച് നടക്കുന്നുണ്ട്. നോക്കി എന്താ ലുക്ക് എന്നല്ലേ. പണ്ട് നമ്മൾ ഈ വേൾഡ് വാർ സമയത്ത് കാണുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ അതേ സ്ട്രക്ചർ തന്നെ അതേപോലെ തന്നെ ഉണ്ട്. ഞാനിപ്പോൾ ഇതിനെപ്പറ്റി ഗൂഗിൾ ചെയ്യായിരുന്നു. ഇതിനെ മെർക്കറ്റ് ക്രോസ് എന്നാണ് പറയുന്നത്. എഡിൻബ്രയിലെ ഒരു ഹിസ്റ്റോറിക് ലാൻഡ്മാർക്കാണ് ഈ കാണുന്നത്. അത് ഈ പാർലമെൻറ്റ് സ്ക്വയറിൽ ഹൈ സ്ട്രീറ്റിൻ്റെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഡിൻബ്രയിലെ റിച്ച് ഹെറിറ്റേജ് ആൻഡ് ഹിസ്റ്റോറിക് എവല്യൂഷൻ്റെ ഒരു അറ്റാച്ച്മെൻ്റ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇത് തൊട്ടിപ്പുറത്ത് തന്നെ ഇവിടെ സുപ്രീം കോർട്ടും കാണാം കേട്ടോ. ഓക്കെ, നമുക്കപ്പോൾ ആ സെൻറ്റ് ഗിൽസ് കത്തീഡ്രലും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ ഹൈ സ്ട്രീറ്റിൻ്റെ അവിടെ നിന്ന് പോകാം. എന്തായാലും എനിക്ക് ഇവിടുത്തെ ഏരിയ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ പണ്ട് മൂവീസിലൊക്കെ കണ്ടിട്ടുള്ള പോലെ അതേ ബിൽഡിങ്, അതേ കളറ്, ഇങ്ങനെ നനഞ്ഞൊക്കെ കിടക്കുന്നുണ്ടില്ലേ, ഈ മഴയൊക്കെ ചാറിയിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പോൾ ഇവിടെ നിന്ന് പോകാം. തൊട്ടിപ്പുറത്ത് തന്നെയാണ് സെൻറ്റ് ഗിൽസ് കത്തീഡ്രൽ. അപ്പോൾ നമുക്ക് അവിടേക്ക് ഒന്ന് പോയിട്ട് വരാം. ഇതേപോലെ കുറേ ആൾക്കാർ ഈ ടൂറ് എന്നൊക്കെ പറഞ്ഞ് ഗൈഡായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും അതിൽ എടുക്കേണ്ട കാര്യമൊന്നുമില്ല, അത്യാവശ്യം നല്ല പ്രൈസാണ് ഇവിടെ ടൂർ ഗൈഡിനും കാര്യങ്ങൾക്കൊക്കെ. നമുക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 ദിവസം കൊണ്ട് അത്യാവശ്യം എല്ലാ പ്ലേസും നമുക്ക് എഡിൻബ്രയിൽ വന്നാൽ കവർ ചെയ്യാൻ പറ്റും. അതും നടന്നുകൊണ്ട് തന്നെ മാത്രമല്ല, പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ കവർ ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ സമ്മറി ആയിട്ട് ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ഹൈ സ്ട്രീറ്റിൽ കൂടെ ഉണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ പോലീസുകാർ വരുന്നുണ്ടല്ലോ. നല്ല കാറ്റുണ്ട് കേട്ടോ. ഇന്ന് തണുപ്പ് ഇത്തിരി കുറവുണ്ട്, പക്ഷെ നല്ല വിൻഡി ആയതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇതേ കണ്ടില്ല, അടുത്ത ഒരു ടൂർ ഗ്രൂപ്പ് ഇവിടെ നിൽക്കുന്നുണ്ടില്ലേ, ട്രഡീഷണൽ സ്കോട്ട്ലാൻഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവർ ഈ ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ അതിനെപ്പറ്റി നോക്കിയായിരുന്നു ഓൺലൈനിൽ. നല്ല പൈസ ഉണ്ട് അതിനൊക്കെ. അങ്ങനെ നമ്മൾ സെൻറ്റ് ഗിൽസ് കത്തീഡ്രലിൻ്റെ അടുത്തെത്തിയേക്കണ്ട. ഈ
മെയിൻ പണ്ടത്തെ യൂറോപ്യൻ സ്റ്റൈല് പള്ളികളുടെ ഒക്കെ കണ്ടില്ലേ, ഇങ്ങനത്തെ ഗ്ലാസ്, പെയിൻറ്റഡ് ഗ്ലാസ് ഉണ്ടാവും. ഇതാണ് സെൻറ്റ് ഗിൽസ് കത്തീഡ്രൽ, ഇവിടുത്തെ 1124 ഉണ്ടാക്കിയാണ് കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സെൻറ്റ് ഗിൽസ് കത്തീഡ്രൽ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, മിക്കവാറും ഇവിടുത്തെ എല്ലാ ചർച്ചിലും കയറാനായിട്ട് നമ്മൾ എൻട്രി ഫീസ് കൊടുക്കേണ്ടി വരും. ഓൾമോസ്റ്റ് എല്ലാ ചർച്ചിലും ഒരു 20 പൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ആർക്കിടെക്ചർ അടിപൊളിയായിട്ടാണ്. നമ്മുടെ നാട്ടിലെ തമിഴ്നാട്ടിൽ ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അതിന് ചുറ്റും ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള സ്റ്റാച്യൂസൊക്കെ കൊത്തി വെച്ചിട്ടുണ്ടാവില്ലേ, എനിക്കിത് കാണുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇതിൽ കയറാനായിട്ട് 6 പൗണ്ട് ഉണ്ട് കേട്ടോ പറഞ്ഞേക്കണേ. എന്തായാലും ഒന്ന് കയറിയിട്ട് വരാം. ബാക്കിയുള്ള പള്ളികളിലത്തെ പോലെ 20ഉം 25ഒന്നും ചോദിക്കണില്ലല്ലോ. അപ്പോൾ ഒന്ന് കയറിയിട്ട് വരാം. അതിനുള്ള ഓഡിയോ ടൂറൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, അതെടുക്കാനുള്ള സമയമില്ല നമുക്ക്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണം കേട്ടോ. അത്യാവശ്യം അടിപൊളി, നല്ല ലൈറ്റിങ് കൊടുത്തിട്ട് കണ്ടില്ലേ, ഇരിക്കാനുള്ള സ്ഥലമൊക്കെ നോക്കി. ഞാൻ പതുക്കെ സംസാരിക്കണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സൈലൻസാണ് അതിൻ്റെ ഉള്ളിൽ. നമ്മൾ ഒരുപാട് പള്ളിയിൽ മുമ്പ് കണ്ടിട്ടുള്ള കണ്ടില്ലേ, ഇവിടുത്തെ ഗ്ലാസ് പെയിൻ്റൊക്കെ ഭയങ്കര ഫേമസ് ആണ് യൂറോപ്യൻ ആർക്കിടെക്ചറിൽ. ആയിരത്തി 124 ഉണ്ടാക്കിയ പള്ളീനിട്ട് എൻ്റെ ഉള്ളിലാണ് ഈ കാണുന്നത്. ഭയങ്കര സൈലൻസാണ് അതിൻ്റെ ഉള്ളത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പതുക്കെ സംസാരിക്കുന്നത്. പിന്നെ ഒരുപാട് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഗൈഡഡ് ടൂറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും എടുക്കാനുള്ള സമയമില്ല, നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര സൈലൻസും കാര്യങ്ങളൊക്കെയാണ്. കുറേ പേര് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണമൊക്കെ ഉണ്ട്. ഇത്രയും പഴക്കമുള്ള പ്രാർത്ഥനയുടെ ഒരു ശക്തിയൊക്കെ ഉള്ളൊരു പള്ളിയല്ലേ. എന്തായാലും അധികം നേരം അതിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുത്തില്ല, പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ ഈ സെൻറ്റ് ഗിൽസ് കത്തീഡ്രലിൻ്റെ അവിടെ നിന്ന് 15 മിനിറ്റ് വാക്കാണ് കാണിക്കുന്ന ഹോളിവുഡ് പാലസിൻ്റെ അവിടേക്കിട്ട്. അപ്പോൾ ഹോളിവുഡ് പാലസിൻ്റെ അവിടേക്ക്, അപ്പോൾ അതാണ് അടുത്ത ടൂറിസ്റ്റ് അട്രാക്ഷൻ. അവിടെ ഈ ഹോളിവുഡ് പാലസും ഉണ്ട്, പിന്നെ ഇവിടുത്തെ പാർലമെൻറ്റ് ഹൗസ് ഉണ്ട്. അത് മോഡേൺ ബിൽഡിംഗ് ആണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ രണ്ടിൻ്റെയും, അതായത് ഹോളിവുഡ് പാലസ് ഭയങ്കര പഴയ കാലത്തൊരു ആർക്കിടെക്ചറും സ്കോട്ടിഷ് പാർലമെൻറ്റ് ഒരു പുതിയ കാലത്തെ ആർക്കിടെക്ചറും. അപ്പോൾ രണ്ടും തൊട്ടടുത്ത് തന്നെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അതാണ്. അപ്പോൾ അങ്ങോട്ട് പോകാം. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത്. അപ്പം ഹോളിവുഡ് പാലസും സ്കോട്ടിഷ് പാർലമെൻറ്റും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.